എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, ശരി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ നിമിഷത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന രീതിയിൽ ചാനലുകാർ ഇപ്പോൾ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യർ BJP വിട്ടു കോൺഗ്രസിൽ ചേർന്നത്രേ. അണ്ണാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുമോ, അതോ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പേ മാറി നിന്ന ആൾ അതിനകത്ത് കയറിയ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് പോയെന്നല്ലേ ഉള്ളൂ? സുഹൃത്തുക്കളെ, ഈ കക്ഷി കുറച്ചുനാൾ മുമ്പേ ചേർന്നു. BJPയിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ഒരു അവസരം നോക്കിയിരുന്നു എന്ന് മാത്രം. അളിയന് സീറ്റ് കിട്ടിയില്ല. അളിയൻ ഇപ്പോൾ പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ വൈഫിനെതിരെ സംസാരിക്കണം. അതിനൊക്കെ ഒരു അവസരം കിട്ടും. നല്ല ബെസ്റ്റ് പ്ലേസിലാണ് ചെന്ന് കയറിയേക്കുന്നത്, അതും പാലക്കാട്ടെ കോൺഗ്രസ്സിൽ. ഏതൊക്കെ വഴി കൂടെ ആൾക്കാർ എതിലേക്ക് പോകുമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് അവിടുന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും പറ്റാഞ്ഞിട്ട് അവസാനം ഞങ്ങളുടെ നാട്ടിലെ പത്തനംതിട്ടയിൽ നിന്നൊരു ആളെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന സ്ഥലം പാലക്കാട്. ചെന്ന് കയറി കൊടുത്ത സ്ഥലം ഇഷ്ടപ്പെട്ടു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ഒന്ന് രണ്ട് പേര് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്, നല്ല ഉഗ്രം മുതലാണ്, നിങ്ങളതിനെ കൈവിടരുത്, കൈ വെച്ചോണം. പറ്റിയാൽ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് ബന്ധിച്ചിടുന്നത് നന്നായിരിക്കും. കറണ്ട് ചാടിപ്പോവും. കാരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന അപൂർവം ചില ആൾക്കാരുടെ ഒരാളാണ് പുള്ളി. അതായത് 2000 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ പാലക്കാട് ജില്ലയിൽ ABVPയുടെ സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് പാലക്കാട് ജോലിയായിരുന്നുകൊണ്ടും ഞാൻ +2 ഡിഗ്രിയും ഒക്കെ ചെയ്തത് പാലക്കാടായിരുന്നു. കണ്ണാടി, ഇപ്പം ഈ ഇലക്ഷൻ നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന ആളായിരുന്നുകൊണ്ടും എനിക്ക് അവിടുത്തെ തായം കളിച്ച് വന്നിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നുകൊണ്ടും വളരെ വ്യക്തമായിട്ട് ആ ഏരിയയെക്കുറിച്ച് പറഞ്ഞാൽ, അന്നൊന്നും രാഷ്ട്രീയം പോയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനത്തിൻ്റെ ഒരു അംശത്തിൽ പോലും ഇല്ലായിരുന്ന ഈ മുതല് ഇപ്പോൾ കോൺഗ്രസിനകത്തേക്ക് പോയിത്രേ. അപ്പോൾ അതിന് മുമ്പ് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാൻസ് അസോസിയേഷൻകാരുണ്ടായിരുന്നു. എല്ലാം മരിച്ചോ എന്ന് എനിക്കറിയില്ല, അതോ മരവിച്ചോ എന്നും അറിയില്ല. എന്തായാലും അളിയന്മാരെ എല്ലാത്തിനും എനിക്കൊന്ന് കിട്ടണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ഉണ്ട്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സൈക്കിള് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പിരിവ് നടത്തിയിരുന്നു ചില ആൾക്കാർ. ഞാൻ ആരെയാ പറയുന്നതെന്ന് വഴിയെ ചിലർക്ക് മനസ്സിലാവും. അന്ന് ആ കക്ഷി പ്രവർത്തിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, ദയവ് ചെയ്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുക്കരുത്, പണി കിട്ടുന്ന കേസാണെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ വീണ്ടും പിരിവിന് പോയി. അങ്ങനെ പിരിവ് നടത്തിക്കൊണ്ടിരുന്ന അണ്ണൻ ഇടയ്ക്കൊരു പെണ്ണ് വിഷയത്തിൽ പെടുകയും ആ പെണ്ണ് വിഷയം ഏത് രീതിയിൽ വന്നു എന്ന് ചില ചാനലുകളും ഓൺലൈൻ മീഡിയാസും ഒക്കെ എടുത്തിട്ട് അലക്കുകയും ചെയ്തു. ഏതോ ഒരാൾ, ഏതോ ഒരു ചില പഴയകാല സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ ഏതോ ഒരു വ്യക്തി അന്ന് അതിനകത്തിൽ കരഞ്ഞു കാല് പിടിച്ച് യാതൊരു ബന്ധവുമില്ല ആ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നും നടപടിയെടുത്ത് മാറ്റി നിർത്തിയിട്ടും പിന്നീടും ഒരു ദയ തോന്നിക്കൊണ്ട് ചില ആൾക്കാരെ, ഞാൻ വ്യക്തിയുടെ പേരൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, അവരെ തിരിച്ചു പിടിച്ച് കൂടെ നിർത്തി. എന്തിന്? നിന്നോട്ടെ, വെറുതെ രസമല്ലേ എന്ന്, അധികം വിളയല്ലേ എന്ന് അന്നും പറഞ്ഞിരുന്നു. വിളച്ചിലിൻ്റെ അങ്ങ് അറ്റമായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആയിരുന്നു എന്ന് മാത്രം. ഇനി ഞാൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറയാം. ഇത്രയും കാര്യം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറയാം. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും തോന്നുന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തോട് സ്തുതി ചെയ്യുന്നു. ഇല്ല, അയാൾ പറഞ്ഞ പോലെ. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു പാലക്കാട് ടൗണിൽ. അന്ന് അവിടെ പരിപാടി നടക്കുന്ന സമയത്ത് BJPയുടെ കാര്യങ്ങൾ, ഇലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തീരുമാനിച്ച സംഘടന ചുമതലപ്പെടുത്തിയ പ്രഭാരിമാർ, സംഘത്തിൻ്റെ പ്രചാരകന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് നഗരസഭയുടെ കൗൺസിലർമാർ, അങ്ങനെയുള്ള ആൾക്കാർ, BJPയുടെ ജില്ലയുടെ നേതൃത്വത്തിൽ വഹിക്കുന്ന സംസ്ഥാന നേതാക്കന്മാർ, ഇത്രയും പേരടങ്ങുന്ന ആൾക്കാരൊക്കെ അവിടെ പങ്കെടുക്കുന്ന. അന്ന് അവിടെ ഒരു പ്രോട്ടോകോൾ പ്രകാരം പ്രോട്ടോകോൾ പ്രകാരം അന്ന് സ്റ്റേജിൽ കയറേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അല്ലെങ്കിൽ അത് സംസ്ഥാന പ്രസിഡന്റ് അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം, അതുപോലെ സംഘടനയുടെ സംഘം ചുമതലപ്പെടുത്തിയേക്കുന്ന ആൾക്കാർ, ആ മണ്ഡലത്തിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ,
അങ്ങനെ പ്രധാനപ്പെട്ട ചില ആൾക്കാർ ആയിരിക്കും വേദിയിൽ ഉണ്ടാവുക എന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. അതിന് അനുസരിച്ച് പ്രോട്ടോകോൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ അണ്ണന് അവിടെ വരണം. അണ്ണൻ വന്നു കഴിഞ്ഞപ്പോൾ അണ്ണൻ സ്റ്റേജിലിരിക്കണം, ഒത്ത നടുക്ക്. അതും ഈ പറയുന്ന പിടിയുള്ള കസേരയിലെ പുള്ളി ഇരിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പറയുന്ന പോലെ അളിയൻ അവിടെ വന്നപ്പോൾ അധികം സെൻട്രൽ ഭാഗത്തിരുന്നേ പറ്റൂ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗത്തിരുന്നേ പറ്റൂ, കയറിയേ പറ്റൂ. അവർ പറഞ്ഞു പറ്റില്ല, അതിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം അവിടെ ചെന്ന് പരാതിയും കൂടി ഒരാളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ ചുമതലയിരിക്കുന്ന പ്രചാരകൻ അല്ലെങ്കിൽ സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഞാൻ താഴെ ഇരിക്കുന്നത്, ഞങ്ങൾക്കില്ല പ്രശ്നം, നിങ്ങൾക്കെന്തോ ഇത്ര പ്രശ്നം, അതിന്റെ മണ്ടയ്ക്ക് ഇരുന്നേ പറ്റുള്ളൂ. അവൻ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോയിട്ട് അവൻ തന്നെ പത്രക്കാരെ വിളിച്ചേക്കുന്നു. എന്നിട്ട് പത്രക്കാരോട് പറഞ്ഞു, ഞാനിതുപോലെ സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി അവിടുന്ന് നേരെ. ഇതാണ് അന്ന് ഈ പിണങ്ങിപ്പോക്കിന്റെ കഥയും. അത് കഴിഞ്ഞ് പത്രക്കാരായ ആൾക്കാർ പണ്ട് CD കണ്ടെത്താൻ വേണ്ടി വാഹനത്തിന്റെ പുറകെ പോയ ഒരു കഥയുണ്ടല്ലോ, ഒരു കക്ഷിയുടെ, പണ്ട് ഓർമ്മയുണ്ടോ, കുറെ നാളുകൾക്ക് മുമ്പ്. അത് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തായിരുന്നു. ഏതോ ഒരു CD എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് ആ CD കണ്ടെത്താൻ വേണ്ടി പത്രക്കാരുടെ കൂടി വണ്ടിയും വിളിച്ച് ഒരു കക്ഷിയുടെ പുറകെ പോയി എന്ന് പറഞ്ഞ പോലെ അളിയൻ പെടുക്കാൻ പോകുന്നിടത്തും വെളിക്കിറങ്ങാൻ പോകുന്നിടത്തും ഒക്കെ വണ്ടിയും ക്യാമറയൊക്കെ ആയിട്ട് പുറകെ പോയി. അപ്പോഴത്തെ അളിയൻ വിചാരിച്ചു, ഞാൻ സംഭവമാണ്, ഞാനങ്ങ് വലിയ സംഭവമായിപ്പോയി. അതിന് മുമ്പും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തോന്നൽ വരും, അസുഖമാണോ എന്നറിയില്ല. അന്ന് എവിടേക്കോ ഉദ്ഘാടനമൊക്കെ നടക്കുന്ന സമയത്ത് പുള്ളിയെ വിളിച്ചുകൊണ്ട് പോകും ചില സുഡാപ്പികൾ, അതുപോലുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ പുള്ളിക്കൊരു രോമാഞ്ചം വരും. ഈ അടിവയറ്റി എന്നുള്ള രോമാഞ്ചം ഇങ്ങനെ തികട്ടി വരുമെന്ന് പറഞ്ഞ പോലെ വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മതേതരൻ, നൈസ് പരിപാടി എന്നുള്ള പ്ലാൻ ആവാം എന്ന് കുറച്ചാളോട് തോന്നി. അങ്ങനെ തോന്നിയപ്പോഴേ അളിയൻ്റെ ഈ കർഷക കൂട്ടായ്മയും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഈ പറയുന്ന കക്ഷികളോടൊക്കെയുള്ള സൗഹൃദമൊക്കെ ആയപ്പോഴത്തേക്ക് മതേതരനായി കളയാം. അതിന് ബെസ്റ്റ് സ്ഥലം എവിടാണ്? കോൺഗ്രസ്. വളരെ മനോഹരമായ മതേതരത്വം പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീംസാണ് ഈ പറയുന്ന കംഗ്രൂസ് എന്ന് പറയുന്നത്. എപ്പോൾ അടിച്ചു തീരും എന്നറിയത്തില്ല. കോൺഗ്രസിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയെ നമുക്ക് വേണ്ട. ഞാൻ ആ പേര് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്, അല്ലാതെ ഞാൻ അവനെ ഗാന്ധി എന്ന് വിളിക്കുന്ന ആളല്ല, വേറെ കാര്യം. കോൺഗ്രസിന്റെ നേതാവ് സോണിയയുടെ മകൻ രാഹുൽ, അദ്ദേഹത്തിനെ പിന്നെ അവനെന്ന് പറഞ്ഞിട്ട് നീ കേസൊന്നും കൊടുക്കല്ലേ. അദ്ദേഹത്തിന്റെ സഹോദരി, ഇപ്പോൾ വയനാട്ടിൽ മത്സരിച്ച ചേച്ചി, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള റോബർട്ട് അണ്ണൻ, അവരുടെ അമ്മയായിട്ടുള്ള സോണിയ അമ്മച്ചി, ഇവരെ ആരെയും നമുക്ക് വേണ്ട. ആ കക്ഷികളെ ഒഴിച്ച് കോൺഗ്രസിൽ കൊള്ളിക്കാവുന്ന കക്ഷികളെയൊക്കെ നമ്മളിങ്ങോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ചാളായിട്ടുണ്ട്. അതിനിയും തുടരും. അതവിടെ നിൽക്കട്ടെ. ആ സ്ഥലത്തേക്ക് ചെന്ന് കയറി കൊടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. ഇവിടെ KPCC പ്രസിഡന്റാണോ അതോ പ്രതിപക്ഷ നേതാവാണോ സംഘടനയെ നയിക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുന്ന കോൺഗ്രസ്, അതിനകത്തിലേക്ക് അണ്ണൻ കയറി ചെന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ വളരെ മനോഹരമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഇതിനെക്കാട്ടി വലിയ ഡയലോഗ് അടിക്കുകയും ചാനൽ ചർച്ചയിലിരുന്ന് പറയുകയും മാത്രമല്ല, ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് സ്വന്തം വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചിട്ട് അതിനെ അനുകൂലിക്കുന്നവർക്കല്ലാത്തവർക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു സരിൻ. ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച് ലാൽ സലാം സഖാവി എന്ന് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് അതൊന്നും കൊണ്ടുവച്ചത്. നല്ല പുള്ളിയാ. ഇപ്പോൾ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ മുറുകെ പിടിച്ചോണം, മുറുകെ ടൈറ്റായിട്ട് പിടിച്ചു വെച്ചോണം. നല്ലതാ. നമ്മളിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്കത് കേട്ടിട്ട് കുളിരൊന്നും തോന്നുന്നു, അത്ഭുതം തോന്നില്ല. ചാനലുകാരിലെ ചില റിപ്പോർട്ടർമാർ ഇതോടിപ്പോൾ ഷാദി പറമ്പിലെ തോളെ കൈവച്ചുകൊണ്ട് ഒരു മലയാള മനോരമയിലെ ചാനലിൽ ഒരു റിപ്പോർട്ട് സംസാരിക്കുന്നുണ്ട്. അല്പനേരങ്ങൾക്ക് പുള്ളി സന്ദീപ് വാര്യരുടെ ഈ സ്വീകരണ സമ്മേളനം കഴിഞ്ഞിട്ട് വേദി നമ്മുടെ എടുത്തു ചാടിയിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള ഈ ജയ്ഹിന്ദിനെക്കാട്ടിലും ആവേശം കാണിക്കുന്ന മനോരമ റിപ്പോർട്ടർ മണ്ടക്കൊന്ന് എടുത്ത് ചാടി പുള്ളിയുടെ വേർപ്പൊക്കെ തെറിച്ച് സിനിമാ സ്റ്റൈലിലൊക്കെ പറന്നു വന്നിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന് ചേർന്നു, BJPക്ക് വമ്പൻ അടിപതറി BJP. എവിടെ? ഒരു അടിപതറലും ഇല്ല, ഒരു കുന്ത്രാണ്ടവും ഇല്ല. BJPക്ക് ഒരു കുന്ത്രാണ്ടവും ഇല്ല. BJPയുടെ ആൾക്കാർക്ക് ആർക്കും ഒരു ചെറിയ പോലെ കയ്യിലെ രോമത്തിന്റെ വില പോലും ഈ കാര്യത്തിലില്ല. ഇത് എവിടോട്ട് ചാടും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. CPI ആണോ CPM അല്ലെന്നറിയായിരുന്നു. പിന്നെ ബഫലോ അണ്ണനും ആൻ പാർട്ടിയും കുറച്ചുനാൾ ശ്രമം നടത്തി നോക്കിയിട്ടൊന്നും നടന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തേക്കല്ല എന്ന് മനസ്സിലായിരുന്നു. അപ്പം CPIക്കാരുടെ ആൾക്കാരാരോട് സംസാരിച്ചു കേട്ടപ്പോൾ ഇനി CPIയിലേക്കാണെന്ന് അറിയത്തില്ല. അവസാനം ഇടത്ത് തന്നെ പോയി ചേർന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അടിച്ച് പൊളിച്ച് അവിടെ അങ്ങോട്ട് കൂടുക, നല്ല രസമായിരിക്കും. അപ്പം ഈ ജീവിക്കകത്ത് വ്യത്യാസം വരത്തില്ല കേട്ടോ. കാരണം BJPയുടെ
ദേശീയ നേതാക്കന്മാരെയൊക്കെ ജി ജി എന്ന് വിളിക്കുന്നുണ്ട്. ഈ കോൺഗ്രസിനകത്തും കാരണം ജി വിളികളുണ്ട്. പക്ഷെ അത് കേരളത്തിൽ നടക്കത്തില്ല. കേരളത്തിൽ ഇൻവെർട്ടർ കോമായിട്ട് വിളിക്കും. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇവർക്ക് ഇദ്ദേഹത്തിനെ ദേശീയ തലത്തിൽ പരിഗണിക്കാം. കാരണം കേരള സംസ്ഥാനത്തിലൊക്കെ നിൽക്കുമ്പം അറിയാതെങ്ങാനും പുള്ളി ഈ കഴിഞ്ഞ ദിവസം വരെ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ചിലപ്പോൾ മാറ്റി വിളിച്ചാലോ. അതിപ്പോൾ കോൺഗ്രസിനകത്ത് അത്ഭുതമൊന്നുമില്ല. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ് പിരിച്ചുവിടപ്പെടുമ്പോൾ തിരിച്ചെടുക്കും എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് പുള്ളി വീണ്ടും പോയതെങ്കിൽ അതൊന്നും ഇവിടെ നടന്നില്ല. ഇവിടെ ആൾ കൂടുതലായി ഇപ്പൊ തന്നെ. അതുകൊണ്ട് സന്ദീപ് വാര്യരെ, ഇയാൾക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്നും ഇയാൾ വലിയ സംഭവമാണെന്നും ഒക്കെ ഇയാൾക്ക് ഒരു ചെറിയ തോന്നലൊക്കെ ഉണ്ടായി. അത് പാർട്ടിയെക്കാട്ടി വലുതാണ് താങ്കളെന്നും താങ്കൾ ചില ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഫാൻസ് അസോസിയേഷൻകാരുടെ കൂടി താങ്കളെ പൊക്കിയപ്പോൾ താങ്കൾ സംഘടനയെക്കാട്ടി വലിയ ആളാണെന്നും, അതായത് ശ്യാമപ്രസാദ് മുഖർജിയെക്കാട്ടിലും ഈ പറയുന്ന വാജ്പേയിയെക്കാട്ടിലും ഒക്കെ മുകളിലാണ് താങ്കളുടെ സ്ഥാനം എന്നൊക്കെ ചില തോന്നലുകൾ വരുമ്പോൾ ആ സെക്കൻഡിൽ താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിന് ഇത്രയും നാൾ ഇവിടെ കിടന്ന് ഡാഡ കാണിക്കുകയും ഈ ഇന്നലെ വരെ കിടന്നുള്ള ഷോ കാണിച്ചതിന് ശേഷം കൽപ്പാത്തിത്തേരൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായി ആ വാർത്ത കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ പോയി കോൺഗ്രസ്സുകാരുടെ കൈ പിടിച്ച് കുലുക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് വല്ലതും പറ്റുമെന്നൊക്കെയുള്ള ചിന്താഗതിയാണെങ്കിൽ മത്തായിക്ക് മലരാണ്. ഇതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ് സന്ദീപ് ജി.